ഹലോ, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു നല്ല ചിക്കൻ തോരനാക്കി എടുത്താലോ? അപ്പോൾ എങ്ങനെയാണ് ആക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനാണ് അടുപ്പത്ത് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ ഇടാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ കൊത്തി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ഇഞ്ചോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ചൂടാവുമ്പോൾ. അതിനകത്തേക്ക് കൊച്ചുള്ളിയാണ് അരിഞ്ഞിടുന്നത്. ഏകദേശം ഒരു അരക്കപ്പോളം ഇടുന്നുണ്ട് കേട്ടോ. ഒരു 10-30 കൊച്ചുള്ളി ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടും. അപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം പരുവായി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക, കുരുമുളകിൻ്റെ പൊടി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുരുമുളകൊക്കെ ചൂടാകുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ഇത് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഉണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത കാരണം ഇനി അങ്ങോട്ട് ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണ്ടിടാൻ, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 to 8 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇളക്കി നോക്കുമ്പോൾ അറിയാം ചിക്കനിൽ ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ, ഇതിൽ നിന്ന് തന്നെ വേവേണ്ട വെള്ളമൊക്കെ വരും. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ ഇതുപോലെ തവി വെച്ചിട്ട് ഈ വെന്ത ചിക്കൻ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. എന്താ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു മാഷർ വെച്ചിട്ട് ഉടച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചാൽ മതി. ബോൺലെസ് ആണല്ലോ, പെട്ടെന്ന് തന്നെ വെന്താൽ ഉടഞ്ഞു കിട്ടും. ഇതുപോലെ ഉടച്ചെടുക്കുക നല്ലതായിട്ട്. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിടുക. അതിലേക്ക് ഞാൻ ഇച്ചിരി കൂടി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാലയ്ക്ക് നല്ല മൂത്ത് വരണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് നല്ലൊരു മണം വരും ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഭയങ്കര വെറൈറ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ചോറുണ്ണാൻ മടിക്കുന്ന കുട്ടികളൊക്കെ ഓടി വന്ന് ചോറുണ്ണും. ഓക്കെ, ലാസ്റ്റിൽ ഇതിൽ നമ്മൾ ഒരു 1/4 മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയത് ഇത് മസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ കീറിയിട്ട് നീളത്തിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചോറിനെ ആക്കണമെങ്കിൽ നമുക്ക് ചിക്കൻ ഇതുപോലെ ആക്കിയെടുക്കാം. എപ്പോഴും ഒരേ രീതിയിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് ബാക്കി വന്നാൽ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിനകത്ത് സ്റ്റഫ് ചെയ്തിട്ടും ഒരു വെറൈറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ തോരൻ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. താങ്ക്